എൻ്റെ നീളമുള്ള മുടി പിന്നിയിട്ട മങ്ങിയ ഒരു ഫോട്ടോ, പഴയ ഫോട്ടോയാണിത് കേട്ടോ. ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ന്യൂ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക സ്വാഗതം. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. അങ്ങനെ പറയാൻ പറ്റില്ല, ഞാനൊരു സ്കിറ്റ് എഴുതി തയ്യാറാക്കി എൻ്റെ ഒരു സ്റ്റുഡൻറ്റും ഒക്കെ ആയിട്ട് അവളെയൊക്കെ കൂട്ടി അഭിനയിച്ച് തകർത്ത് ഒരു ഹോം നേഴ്സ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഒരെണ്ണം വിട്ടായിരുന്നു. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വെറുതെ ഒരു ശ്രമം നടത്തി നോക്കിയതാണ്. അഭിനയമൊന്നും എനിക്ക് ശീലമില്ല, പക്ഷെ ഞാൻ അതൊക്കെ അല്പാൽപമെങ്കിലും വഴങ്ങുമോ എന്നൊരു പരീക്ഷണം നടത്തി നോക്കിയതാ. വലിയ കുഴപ്പമില്ല, കുറച്ച് വ്യൂസൊക്കെ ഉണ്ട്, കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി. സബ്സ്ക്രൈബേഴ്സ് 5500 മേലെയായി, പക്ഷെ വ്യൂസ് തീരെ കുറവാണ് വരുന്നുള്ളൂ കേട്ടോ. അതൊരു സങ്കടമുള്ള കാര്യമാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എല്ലാ വീഡിയോയും വ്യൂ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ അവരവരുടെ പേഴ്സണലായ ഇഷ്ടങ്ങളല്ലേ, ഏത് ചാനൽ കാണണം, ഏത് വീഡിയോ കാണണം എന്നൊക്കെ അല്ലേ. ഇപ്പൊ ഏതായാലും സബ്സ്ക്രൈബ് ചെയ്ത് വ്യൂ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇന്ന് ഞാൻ ഒരു ഹെയർ പാക്കിന്റെ വീഡിയോയാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. എൻ്റെ മുടിക്ക് അല്പം ഒരു തിളക്കമൊക്കെ ഇല്ലേ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ടേ. എല്ലാവർക്കും ഒരു ഷൈനി സിൽക്കി ഹെയർ ഒക്കെ ഇഷ്ടമല്ലേ? തൊടുമ്പോൾ നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട് മുടി. അതിന് ഞാൻ ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് ഉണ്ട്. ഇപ്പം ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസമായി. ചെയ്ത് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നന്നായി ഗുണം കിട്ടി എന്ന് കണ്ടിട്ട് പൂർണ്ണ ബോധ്യം വന്നിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചാണ് വെയിറ്റ് ചെയ്തത്. 1 മാസമായി ചെയ്തു തുടങ്ങിയിട്ട്. ഞാൻ ആഴ്ചയിൽ 2 തവണ ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പ്രത്യേക 2-3 ഇലകൾ ഇട്ടിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് കുറച്ച് ചെറുപയറാണ് കേട്ടോ. കുതിർത്ത് സോക്ക് ചെയ്ത ചെറുപയർ, 1 ടേബിൾ സ്പൂൺ ചെറുപയർ എടുത്തിട്ട് സോക്ക് ചെയ്തു. അപ്പൊ ഇത് കുതിർന്ന് വന്നപ്പോ 1.5-2 ടേബിൾ സ്പൂണോളം ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിലോട്ട് ഞാൻ നമ്മൾ സ്ഥിരമായി താളിക്ക് ഉപയോഗിക്കുന്ന ഇല, ഇതെന്താണെന്ന് അറിയാമോ? നമ്മുടെ ചെമ്പരത്തി ഇല. പൂവും മൊട്ടും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ നോക്കുമ്പം ചെമ്പരത്തിയിൽ പൂവില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു 5-6 ഇലയിഞ്ഞെടുത്തു. പിന്നെ ഞാൻ അടുത്തതായിട്ട് എടുത്തേക്കുന്നത് കുറച്ച് ഫ്രഷ് കറിവേപ്പില, നല്ല കറിവേപ്പില. ഈ മൈലാഞ്ചി ഇല തുടങ്ങി ഒരുപാട് ഇലകൾ നമുക്ക് ഇതിൽ ചേർക്കാൻ പറ്റുന്നതാണ് അല്ലേ. മുടിയുടെ ഹെയർ ഗ്രോത്തിന് സഹായകമായ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള ഇലകളുണ്ടല്ലോ. കയ്യൂന്യം, അങ്ങനെ കുറേ ഉണ്ട്. എനിക്ക് നീലയമരി, എത്രയോ ഇലകളുണ്ട്. ഞാൻ ഇപ്പോൾ ഈ പായ്ക്ക് തയ്യാറാക്കാൻ വേണ്ടി 3 തരം ഇലകളും ഈ സോക്ക് ചെയ്ത ചെറുപയറുമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 1ാമത്തെ ഇൻഗ്രീഡിയന്റ് സോക്ക് ചെയ്ത ചെറുപയറാണ്. 2ാമത്തെ ഇൻഗ്രീഡിയന്റ് ചെമ്പരത്തിയുടെ ഇലയാണ്. പൂവുണ്ടെങ്കിൽ അതും കൂടെ എടുത്തോളെ, പൂവും നല്ലതാണ്. 3ാമത് എടുത്തിരിക്കുന്നത് ഫ്രഷ് കറിവേപ്പിലയാണ്. ഒരു 5-6 തണ്ടുണ്ട്, മീഡിയം വലിപ്പമുള്ള 5-6 തണ്ട് കറിവേപ്പിലയുണ്ട്. ആ ഇലേനെയൊക്കെ ഇങ്ങനെ അങ്ങ് പറിച്ചിടാം. നമുക്ക് സിൽക്കി ഹെയർ, ഷൈനി ഹെയർ അല്ലേ, ഒക്കെ നല്ലതാണല്ലോ. ഈ പായ്ക്ക് ഇടുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഇല അങ്ങോട്ട് അടർത്തി എടുക്കുന്നതിൻ്റെ കൂടെ പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ മുടി സോഫ്റ്റ് ആകും. ഞാനിപ്പോൾ കുഴിക്കിണർ വെള്ളത്തിലാണ് കുളിക്കുന്നത്. അപ്പം എൻ്റെ മുടി ഹാർഡായിട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്, അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. പിന്നെ അറ്റം പിളരുന്നത്, മുടിയുടെ അറ്റം പിളരിയല്ലേ, അത് ഇല്ലാതാക്കും. പിന്നെന്താണ്, സ്വാഭാവിക നിറം. എപ്പോഴും ഈ കെമിക്കൽ കലർന്ന ഹെയർ ഡൈ ഒക്കെ വാരി തേക്കാതെ നമ്മുടെ സ്കാൽപ്പിന്റെ ഉള്ളിൽ നിന്ന് കിളിർത്തു വരുന്ന പുതിയ ഹെയർ ഇല്ലേ, അതിന് അധികം നരയ്ക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അകാല നരയെ തടയാൻ. വാർദ്ധക്യമാകുമ്പോൾ നരയ്ക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. നല്ലോണം പ്രായമാകുമ്പോൾ എല്ലാവർക്കും കുറെയെങ്കിലും മുടി നരയ്ക്കും. അതൊക്കെ പിന്നെ ഹെറിഡിറ്ററി ആണ്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ചെറുപ്പത്തിലെ ആൾക്കാർക്ക് മുടി നരയ്ക്കുന്നുണ്ട്, ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അല്ലേ.
അപ്പൊ അങ്ങനെയുള്ള നരയെയൊക്കെ ഒന്ന് പ്രതിരോധിച്ച് അതിനെ കുറച്ച് കാലതാമസം കുറച്ച് തടയിട്ട് പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ ഇനിയാണ് ഒരു മെയിൻ സംഭവം വരുന്നത് കേട്ടോ. ഇതെന്താണെന്ന് അറിയാമോ? ആഹഹാ, ഇത് കണ്ടോ, പൂവുണ്ട്, നല്ല ലൈറ്റ് വയലറ്റ് പൂ. ഈ 10 മണി പൂവിന്റെ മാതിരിയുള്ള നല്ല ലൈറ്റ് വയലറ്റ് പൂ കണ്ടോ, പൂവുണ്ട്. ദേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പൂവോടുകൂടി പറിച്ചോണ്ട് വന്നതാണ്. പൂ പക്ഷെ ഞാൻ പായ്ക്കിനകത്ത് അപ്ലൈ ചെയ്യുന്നില്ല. ഇത് കേശവർദ്ധിനിയാണ്. മുടിയുടെ വളർച്ചയ്ക്കും മുടിവേരുകൾക്ക് ബലം വയ്ക്കാനും എളുപ്പം പൊട്ടിപ്പോകാതിരിക്കാനും മുടി ലോങ് ഹെയറിനും തിക്ക് ഹെയറിനും എല്ലാത്തിനും പറ്റിയ ഒരു ഒന്നാന്തരം ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഇല. ഇതെല്ലാവരുടെ വീട്ടിലൊന്നും കാണിയല. ഇവിടെ അവിടെ റോഡ് സൈഡിൽ കുറച്ചുണ്ടായിരുന്നു. ഞാനത് പറിച്ചോണ്ട് വന്ന് ഒരു ചുവട് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി നട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേശവർദ്ധിനി. പേര് കേട്ടാൽ തന്നെ അറിയാം, കേശം തലമുടി. കേശവർദ്ധിനി കേശത്തെ വർദ്ധിപ്പിക്കുന്നത്, അതായത് തലമുടിയെ വളർത്തുന്നത്. അപ്പൊ ഇതങ്ങ് തേച്ച് താളി പോലെ പായ്ക്ക് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമുക്ക് താളിയായിട്ട് അപ്ലൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്താലും ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെയധികം സഹായകമായ ഒരു ചെടിയാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ? എല്ലാവരുടെയും ഒന്നും വീട്ടിൽ കാണാൻ ഏതായാലും സാധ്യതയില്ല. ഇല്ലെങ്കിൽ ഈ കേശവർദ്ധിനിയുടെ വേരോട് കൂടിയ ഭാഗം എവിടുന്നെങ്കിലും കിട്ടുമ്പോൾ, അല്ലെ ഒരു തയ്യ് എവിടുന്നെങ്കിലും കിട്ടുമ്പോൾ നിങ്ങളൊന്ന് നട്ടുപിടിപ്പിക്കണം കേട്ടോ. ഒരു ചുവട് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ കാട് പോലെ അങ്ങ് പടർന്നു പിടിച്ചോളും. അങ്ങനത്തെ സാധനമായത്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വേണം. മുടിയെ സംരക്ഷിക്കാൻ പറ്റുന്ന കറ്റാർവാഴ, കേശവർദ്ധിനി, കയ്യൂന്യം, കറിവേപ്പില, മൈലാഞ്ചി, നീലയമുരി, ശംഖുപുഷ്പം, ഇതെല്ലാം നമ്മുടെ വീട്ടില് ഓരോ ചുവട് നട്ടുപിടിപ്പിച്ചാൽ മതി. അപ്പൊ നമുക്ക് ആവശ്യമുള്ളപ്പൊക്കെ എടുക്കാം. ഹെയർ ഗ്രോത്തിന് പായ്ക്കിടാം. ചില കറ്റാർവാഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫേസ് പായ്ക്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോ നീളം അധികം ഇല്ലെങ്കിൽ നല്ല തിക്ക് മുടി നമുക്ക് സ്വന്തമാക്കാം. നീളം ഇഷ്ടമുള്ളവർക്ക് അതുമാവാം. എനിക്ക് ഒരുപാട് ലോങ് ഹെയർ ഇഷ്ടമില്ല, ഞാൻ കട്ട് ചെയ്ത് വിടും. പിന്നെ എന്റെ മുടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോങ് ഹെയർ എന്ന് പറയുമ്പോൾ താഴേക്ക് നീളുന്നത് കട്ടിയില്ലാതെ നീളും, കുറച്ച് വാല് പോലെയാവും. അതെനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അത് ഞാൻ കട്ട് ചെയ്ത് വിടും. എന്നാൽ പണ്ടൊക്കെ കുറേയും കൂടെ ഈ സ്കേർട്ട് കെട്ടുന്നിടം വരെയൊക്കെ നമുക്ക് ആ ഒരു ഭാഗം വരെ ലെങ്ത് ഉണ്ടായിരുന്നു മുടിക്ക്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മോനെ പ്രസവിച്ചൊക്കെ കഴിഞ്ഞിട്ട് മോനൊരു വയസ്സൊക്കെ ആയപ്പോഴത്തേനും അത് 10-31 വർഷങ്ങൾക്ക് മുൻപുള്ള എൻ്റെ കുറച്ച് ലെങ്തുള്ള മുടി ഞാൻ കാണിച്ചു തരാവേ. അത് പിന്നെ പഠിക്കാനൊക്കെ പോയി ഓരോ ഹോസ്റ്റലിലൊക്കെ നിന്ന് കുഴൽക്കിണർ വെള്ളത്തിലൊക്കെ കുളിച്ച് അറ്റം പിളർന്ന വാലായി അവിടെ കട്ട് ചെയ്ത്, പിന്നെ വാലായി അവിടെ കട്ട് ചെയ്ത്, അങ്ങനെ എൻ്റെ മുടി ഇങ്ങനെ കയറി വന്നു. പക്ഷേ തിക്കുണ്ട്, നല്ലോണം തിക്കാണ്. പക്ഷേ ലെങ്ത് അങ്ങോട്ട് വെക്കുകയില്ല, അത്രയേ ഉള്ളൂ. ഞാൻ ഒരു ബ്യൂട്ടി പാർലറിലും പോയി ഒരു ട്രീറ്റ്മെന്റും ഹെയറിന് കൊടുക്കാറില്ല. ഞാൻ ഇത് പറഞ്ഞപ്പോൾ സങ്കടകരമായ ഒരു കാര്യം പറയാം കേട്ടോ. എൻ്റെ ഒരു സ്റ്റുഡന്റ് ബ്യൂട്ടി പാർലറിൽ പോയി കയ്യിലിരുന്ന കാശും കൊടുത്ത് എന്ത് ട്രീറ്റ്മെന്റ് ആണോ എനിക്കറിയത്തില്ല, എനിക്കൊന്നും പേര്, എന്തോ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റാ, അതൊക്കെ ചെയ്യാൻ വേണ്ടി തല കൊണ്ട് അവരുടെ കക്ഷത്തിൽ വെച്ച് കൊടുത്തു. അവസാനം ഇപ്പൊ തലമുടി ഇല്ല. ചെറിയ പ്രായമാ പെൺകൊച്ചിന്, തലമുടി മുഴുവൻ ഊരിപ്പോയിട്ടുണ്ടല്ലോ. അവർക്ക് ഭയങ്കര സങ്കടം. ഇങ്ങനെ എലിവാല് പോലത്തെ മുടിയാണ്. നമുക്ക് നീളമില്ലെങ്കിലും ഉള്ള മുടി, തലയിലുള്ള മുടി ഒരുവിധം നന്നായിരിക്കണ്ടേ. അപ്പോൾ ഈ ഇല മൊത്തം ഞാൻ ഇന്ന് പായ്ക്ക് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നില്ല കേട്ടോ. ചെമ്പരത്തിയിലെയും കറിവേപ്പിലയും ചെറുപയറും ഒക്കെ ഉണ്ടല്ലോ. എൻ്റെ മുടിക്ക് ഇത്രയല്ലേ ലെങ്ത്തുള്ളൂ. അപ്പൊ എനിക്ക് കുറച്ച് അളവ് മതി പായ്ക്കിടാനായിട്ടേ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഇല എടുത്ത് ചെറുപയറും കറിവേപ്പിലയും ചെമ്പരത്തിയിലയും ഇതിന്റെ കുറച്ച്, ഇതൊക്കെ ഫ്രഷാണ് കേട്ടോ, കുറച്ച് ഇലയും കൂടെ കൂട്ടി അരച്ചോണ്ട് വന്നിട്ട് ഹെയർ പായ്ക്കിടാം. പിന്നെ ഹെയർ പായ്ക്ക് ഇടുമ്പോൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണോ അത് ഒന്ന് കുറച്ച് അളവിലെടുത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഹെയർ പായ്ക്ക് ഇടാം. അപ്പൊ പിന്നെ മുടി അധികം അങ്ങോട്ട് പറന്ന് നിൽക്കുന്ന ഒരു ഫീലിംഗ് വരില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ദുലേഖ ബ്രിങ്ക ഓയിലാണ് ഇപ്പൊ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മേടിച്ചത് കുറച്ചുകൂടെ തീരാനുണ്ട്. അത് തീർന്നിട്ട് വേണം എനിക്ക് ഈ ഇലകളൊക്കെ ഇട്ടിട്ട് ഒരു എണ്ണ കാച്ചാനുണ്ട്. ഞാൻ ഇന്നാള് പറഞ്ഞായിരുന്നു, ഞാൻ കാച്ചി കാണിക്കാവേ, എണ്ണ കാച്ചി കാണിക്കാവേ, ലോങ് ഹെയറിനുള്ള എണ്ണ കാച്ചി കാണിക്കാവേ എന്ന് 2-3 വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ ഞാനൊരു മടിച്ചിയായി എണ്ണ കാച്ചുന്നതിൽ.
അങ്ങനെ ഇരുന്നു. പിന്നെ എനിക്ക് ഇന്ദുലേഖ വൃങ്ക ഓയിൽ വാങ്ങിയത് കുറച്ചുകൂടി ഇരിപ്പുണ്ട്, അതങ്ങ് തീർന്നോട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ആ മടി വന്നതും കേട്ടോ. അത് തീർന്നു കഴിഞ്ഞാൽ ഉടനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുള്ളതും കൂടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. വെളുക്കാൻ തേച്ചത് പാണ്ടാകണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ആ എണ്ണ അങ്ങോട്ട് തീർന്നു കഴിയുമ്പോൾ ഒരു 2 വീക്സ് കൂടി അപ്ലൈ ചെയ്യാനുള്ളത് ഇരിപ്പുണ്ട്. അത് തീർന്നു കഴിയുമ്പോൾ എൻ്റെ ഈ എന്താ പറയുക, എന്താ ഇത് പറഞ്ഞത്, അയ്യോ മറന്നുപോയി, കേശവർദ്ധിനിയുടെ ഇലയൊക്കെ കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒരു എണ്ണ കാച്ചുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കുറച്ചെടുക്കാം. അപ്പൊ ഇലകളെല്ലാം കൂടെ ഞാനൊന്ന് അരച്ചിട്ട് ഹെയർ പാക്ക് ഇട്ട് പിന്നെ ഒരു 15 മിനിറ്റ് ഹെയറിൽ വെച്ചതിന് ശേഷം ഞാൻ കഴുകിക്കളയും. അപ്പൊ പായ്ക്ക് ഇടുന്നതൊന്നും കാണിക്കണ്ടല്ലോ അല്ലേ. എൻ്റെ ഉടുപ്പിലെല്ലാം വീഴും. ഞാൻ ബാത്റൂമിൽ പോയിട്ട് കുളിക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് അപ്ലൈ ചെയ്തോളാം. നിങ്ങൾക്ക് ഞാനിത് തയ്യാറാക്കുന്ന വിധം പറഞ്ഞു തരികയാണ് ചെയ്തത് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. ആവർത്തന വിരസത നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് എനിക്കറിയാമെങ്കിലും പെട്ടെന്ന് ഒന്നുകൂടെ പറയാം. സോക്ക് ചെയ്ത 1 ടേബിൾ സ്പൂൺ ചെറുപയർ എടുത്തു. അത് സോക്ക് ചെയ്തപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ആയി. മീഡിയം വലിപ്പമുള്ള 6-7 തണ്ട് കറിവേപ്പിലയിലെ ഇല ഊരി വെച്ചിട്ടുണ്ട്. ഒരു 8-10 ചെമ്പരത്തി ഇലയുണ്ട്. പൂവുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ചേർത്തോളുക, മൊട്ടും ആവാം. പിന്നെ കേശവർദ്ധിനിയുടെ കുറച്ച് 1 പിടി ഇലയും കൂടി എടുത്തിട്ട് ആദ്യം ചെറുപയറിനെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ച് ഞാനൊരു ബൗളിലേക്ക് മാറ്റും. പിന്നീട് ഈ ഇലകളെല്ലാം കൂടെ ഒന്ന് കഴുകിയിട്ട്, അതിൽ ചെറിയ പ്രാണിയൊക്കെ കാണുമല്ലോ, അപ്പൊ അതൊക്കെ ഒന്നങ്ങ് കഴുകി കളഞ്ഞിട്ട് ഇല മുറിച്ച് ചെറിയ ജാറിലേക്ക് ഇട്ട് ആ ചെറുപയർ അരച്ച് അതേ ജാറിലേക്ക് ഇട്ട് അതും അരച്ച് എല്ലാം കൂടി ഒരു ബൗളിലേക്കാക്കി മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കി വെച്ചിട്ട് തലയിലങ്ങ് അപ്ലൈ ചെയ്യും. അപ്പൊ ഞാനുണ്ടല്ലോ പിന്നെ അതിന് മുമ്പായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന എണ്ണയും പുരട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് മുടി എടുത്തിട്ടേ സ്കാൽപ്പിലേക്ക് ഇങ്ങനെ ലെയറായിട്ട് മുടി വകഞ്ഞ് മാറ്റി പായ്ക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 15 മിനിറ്റ് മാക്സിമം 20 മിനിറ്റ് വെച്ചിട്ട് കഴുകിക്കളയാം. ഇപ്പോൾ ഒന്നാമത് തണുപ്പ് സീസണാണ് അല്ലേ, തണുപ്പ് ഉണ്ട്. പിന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഇന്ദുലേഖ വൃങ്ക ഓയിലിനും ഒരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഇലകളുടെ പായ്ക്ക് അധികം നേരം വെച്ചോണ്ടിരിക്കണ്ട. നീർക്കെട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പ്രശ്നം വരും, തൊണ്ടവേദനയൊക്കെ ഉണ്ടാവും. അത് പറഞ്ഞു വന്നപ്പോഴാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പനിക്കൂർക്ക ഇലയും കൂടി ഇതിൻ്റെ കൂടെ ഇടാം, അല്ലെങ്കിൽ തുളസി ഇല ഇടാം. ഓപ്ഷണലാണ്. ഉള്ളവർക്ക് അത് രണ്ടിലേതെങ്കിലും ഉണ്ടെങ്കിൽ ഇടാം. ഇനി 2 ഇട്ടാലും കുഴപ്പമില്ല. എനിക്ക് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ തുളസി ഇല എടുത്തോണ്ട് വരാൻ മറന്നുപോയി. തുളസി ഇല ഉണ്ട്, അതുകൂടെ പറിച്ചിട്ട് ഞാൻ പായ്ക്ക് റെഡിയാക്കും. അപ്പം നീർവീഴ്ചയും നീരിറക്കമൊക്കെ തടയാനായിട്ട് പറ്റും. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ പായ്ക്ക് തയ്യാറാക്കുന്നത് കാണിക്കണ്ടല്ലോ, വീഡിയോ ഇപ്പം തന്നെ ലെങ്തി ആയില്ലേ. തയ്യാറാക്കുന്ന വിധം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഇതുപോലെ പായ്ക്ക് തയ്യാറാക്കി നിങ്ങളും അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സിൽക്കി ഷൈനി ഹെയർ ഉണ്ടാകും. ഞാൻ നാളെ ഏതെങ്കിലും വീഡിയോ ചെയ്യുമ്പോഴേ എൻ്റെ ഇന്ന് ഈ പായ്ക്കിട്ടതിന് ശേഷം ഇപ്പം തന്നെ എൻ്റെ ഹെയറിനൊരു സിൽക്കി ആണ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്മൂത്ത് ആയിട്ടുണ്ട്. എനിക്ക് അത് തൊടുമ്പോൾ അറിയാലോ, ഹാർഡല്ല. പിന്നെ നാളെ ഞാൻ ഒന്നും കൂടി ഇന്ന് പായ്ക്കൊക്കെ ഇട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് മുടി ഉണങ്ങിക്കഴിഞ്ഞ് നാളെ മുടി ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് അതിൻ്റെ മുടിയുടെ ടെക്സ്ചർ ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇനി ഇത് പായ്ക്ക് ഉണ്ടാക്കി തലയിൽ അപ്ലൈ ചെയ്ത് 15 മിനിറ്റ് വെച്ച് അതിനുശേഷം വാഷ് ചെയ്ത് കളഞ്ഞ് പിന്നെ എനിക്ക് ഫാനിൻ്റെ കീഴിൽ ഒരു അരമണിക്കൂർ നിന്നാലേ മുടി ഉണങ്ങി കിട്ടുള്ളൂ. നല്ല തിക്കായതുകൊണ്ട്, നല്ല ഉള്ളുള്ളത് കൊണ്ട് ഈ അകമൊക്കെ അങ്ങോട്ട് ഉണങ്ങണമെങ്കിൽ ഭയങ്കര വലിയ താമസമാണ്. ഞാൻ വാൾ ഫാനുണ്ട്, അതിട്ടിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ടിട്ടിട്ട് ആണ് മുടി ഉണക്കുന്നത്. ഉണക്കിക്കഴിഞ്ഞേ മുടി ചീകാവുള്ളൂ കേട്ടോ. നനഞ്ഞ പാകത്തിന് മുടി ചീകി കഴിഞ്ഞാൽ മുടിനാരുകൾക്ക് ബലം കുറഞ്ഞിരിക്കും. അപ്പോൾ വേഗം പറഞ്ഞു പോരും, പൊട്ടിപ്പോവും. അതുകൊണ്ട് മുടി നല്ലപോലെ ഉണക്കി കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. പിന്നെ മുടി ഉണക്കാനായിട്ട് നമ്മൾ അയൺ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് കറണ്ട് ഉപയോഗിച്ചുള്ള പല വിദ്യകളുണ്ടല്ലോ ഇന്ന്, പല എക്വിപ്മെന്റ്സ് ഉപയോഗിച്ച് മുടി ഉണക്കുന്ന മെത്തേഡൊക്കെ പിള്ളേർ കാണിക്കുന്നതാണ്. ഞാനതൊന്നും ചെയ്യാറില്ല. അതൊക്കെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ മുടി പൊട്ടിപ്പോകുന്ന എനിക്ക് തോന്നുന്നത്. ഞാൻ ഫാനിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് മുടി ഉണക്കും. അപ്പോൾ ഉണക്കി കഴിഞ്ഞിട്ട് നാളെ ഞാൻ പറ്റുവാണെങ്കിൽ, ഉറപ്പൊന്നും പറയുന്നില്ല കാരണം നാളത്തെ വീഡിയോ എന്താണെന്ന് ഇപ്പം എൻ്റെ മൈൻഡിലില്ല. നാളെ ഏതെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ ഞാനിത് ഓർമ്മിച്ചെങ്കിൽ എൻ്റെ മുടിയുടെ ടെക്സ്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്ത് കാണണേ. ലൈക്കൊക്കെ വളരെ കുറവാണ്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോ.
പിന്നെ പുതിയതായിട്ട് കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഓക്കെ, ഞാൻ എൻ്റെ പായ്ക്ക് തയ്യാറാക്കട്ടെ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. കുറച്ച് നീളമുള്ള മുടി കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഫോട്ടോയാണിത്. മങ്ങിയ ഫോട്ടോയാ കേട്ടോ.